ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹപ്രദമായ ഈ നല്ല നിമിഷത്തിനായിട്ട് നമുക്ക് ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കാം. ഇന്ന് ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം ശ്രവിക്കുന്ന എല്ലാവരുടെ ഹൃദയങ്ങളിലും ദൈവത്തിൻ്റെ ആത്മാവ് പ്രവർത്തിക്കാനായിട്ട് നമുക്കൊരു നിമിഷം കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. മഹോന്നതങ്ങളിൽ വാസം ചെയ്യുന്ന അടിയങ്ങളുടെ കർത്താവേ, അടിയങ്ങളിതാ ദൈവമേ അപ്പൻ്റെ സന്നിധിയിലേക്ക് താഴ്മയായി കടന്നു വരുന്നു. ദൈവത്തിൻ്റെ ആത്മാവ് അടിയനിൽ പ്രവർത്തിക്കുമാറാകണമേ. അങ്ങ് തന്നെ വചനം സംസാരിക്കുമാറാകണമേ. ഈ വചനത്തെ ശ്രവിക്കുന്ന ഓരോരുത്തരുടെ ഹൃദയങ്ങളിലും രൂപാന്തരം ഉണ്ടാകുവാൻ തക്കവണ്ണം അങ്ങ് സഹായിക്കണം. മാനവും മഹത്വവും അങ്ങ് എടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഇവിടെ വേദപുസ്തകം നമ്മളോട് സംസാരിക്കുന്നത് രണ്ടാമത്തെ കല്ലെന്ന് പറയുന്നത് വിശ്രമത്തിൻ്റേതായിട്ടുള്ളൊരു കല്ല്. ഇത് നമുക്കറിയാം, യാക്കോബിൻ്റെ കഥയെക്കുറിച്ചാണ് നമ്മളോട് സൂചിപ്പിക്കുന്നത്. യാക്കോബ് ഹാരാനിലേക്ക് പുറപ്പെടുന്നതായിട്ടുള്ളൊരു സാഹചര്യത്തിൽ അവൻ തണുത്ത പ്രദേശത്തേക്ക് എത്തിയപ്പോൾ അവനൊരു കല്ല് തലയണയാക്കി വെച്ചുകൊണ്ട് അവിടെ വിശ്രമിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ തക്കവണ്ണം സാധിക്കുന്നു. ആ വിശ്രമിക്കുന്ന സമയത്ത് യാക്കോബിൻ്റെ അനുഭവം എന്തായിരുന്നു? അവൻ്റെ ഹൃദയം വളരെയധികം ഭാരത്താലും പ്രയാസത്താലും ദുഃഖത്താലുമായിരുന്നു. കാരണം അവൻ ഇതുവരെയും തൻ്റെ സ്വന്തം ഭവനം വിട്ട് മറ്റൊരു ദേശത്തേക്ക് പോയില്ല. അതിൻ്റെ കാരണമെന്ന് പറയുന്നത് തൻ്റെ അപ്പനെയും തൻ്റെ സഹോദരനെയും വഞ്ചിച്ച് അവൻ ദൈവിക അനുഗ്രഹങ്ങൾ സ്വന്തമാക്കി. എന്നാൽ അത് വളരെയധികം ഹൃദയത്തിൽ വേദനയും പ്രയാസവും ഉണ്ടാക്കി. അവൻ അവൻ്റെ പിതൃഭവനം വിട്ട് ദൂരേക്ക് പോകുന്നതായിട്ടുള്ളൊരവസ്ഥയിലേക്ക് കടന്നു വന്നു. തൻ്റെ സ്നേഹസമ്പന്നനായ മാതാവിനെ വിട്ട് അവൻ ദൂരദേശത്തേക്ക് പോകുന്ന ഒരനുഭവത്തിലേക്ക് കടന്നു വന്നു. പിന്നീട് ഒരിക്കലും ആ മാതാവിനെ കണ്ടുമുട്ടുവാൻ തക്കവണ്ണം സാഹചര്യം ഒരുങ്ങിയില്ല. എങ്കിലും അവൻ വളരെ അധികം ദൂരം സഞ്ചരിച്ച് ക്ഷീണിച്ച് ആ തണുത്ത പ്രദേശത്തെത്തിയപ്പോൾ അവൻ ക്ഷീണം കൊണ്ട് മയങ്ങുന്ന ഒരനുഭവത്തിലേക്ക് കടന്നു വന്നു. അപ്പോൾ അവൻ ആശ്രയമായിട്ട് കണ്ടത് ഒരു കല്ലിനെയാണ്. ആ കല്ല് തലയണയാക്കി വെച്ചുകൊണ്ട് അവൻ അവിടെ ഉറങ്ങുന്നതായിട്ട് കാണുവാൻ തക്കവണ്ണം സാധിക്കുന്നു. അവൻ്റെ ആശ്രയം എന്ന് പറയുന്നത് ആ കല്ലായിരുന്നു. എന്നാൽ ആ കല്ല് തലയണയാക്കി അവൻ ഉറങ്ങിയപ്പോൾ അവൻ രാത്രിയിൽ ഒരു സ്വപ്നം കാണുന്നതായിട്ട് വേദപുസ്തകം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. ഭൂമിയിൽ നിന്ന് സ്വർഗത്തിലേക്ക് നീളുന്നതായിട്ടുള്ളൊരു ഗോവേണി, അവിടെ ദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്ന ഒരനുഭവം അവൻ കാണുകയാണ്. ഇവിടെ ഉൽപ്പത്തി പുസ്തകം 28-ാം അധ്യായം അതിൻ്റെ 18 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ എന്താണ് നമ്മളോട് സംസാരിക്കുന്നത്? യാക്കോബ് അതികാലത്ത് എഴുന്നേറ്റ് തലയണയായി വെച്ചിരുന്ന കല്ലെടുത്ത് തൂണായി നിർത്തി അതിന്മേൽ എണ്ണ ഒഴിച്ചു. അവൻ ആ സ്ഥലത്തിന് ബഥേൽ എന്ന് പേർ വിളിച്ചു. അവിടെ വേദപുസ്തകം പറയുന്നു, അവൻ ആ കല്ല് തൂണാക്കി നിർത്തിയിട്ട് അതിന് ബഥേൽ എന്ന് പേരിട്ടു. എന്താണ് ബഥേൽ എന്ന വാക്കിൻ്റെ അർത്ഥം? ദൈവത്തിൻ്റെ ആലയം എന്നാണ് അതിനർത്ഥം. അപ്രകാരം അവൻ ദൈവത്തോട് പറ്റിച്ചേരുന്ന ഒരനുഭവത്തിലേക്ക് കടന്നു വന്നു. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ യാക്കോബ് ഒരിക്കലും ദൈവത്തെ നോക്കുന്നില്ല, അല്ലെങ്കിൽ ദൈവത്തെ അന്വേഷിക്കുന്നില്ല. അവൻ നിരാശയുടെ സമയത്തും അവൻ അതികഠിനമായിട്ടുള്ള വേദനയുള്ള സമയത്തും അവൻ്റെ ഹൃദയം ഭാരം കൊണ്ട് നിറഞ്ഞ ഒരവസ്ഥയിലായിരുന്നിട്ട് പോലും അവൻ ദൈവത്തെ അന്വേഷിക്കാത്ത ഒരനുഭവമായിരുന്നു. എന്നാൽ ഇവിടെ ദൈവം അവനെ അന്വേഷിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ തക്കവണ്ണം സാധിക്കുന്നു. ദൈവം അവനെ നോക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കുന്നു. ഇവിടെ ഭൂമിയിൽ നിന്ന് സ്വർഗത്തിലേക്ക് ഉയരുന്നതായിട്ടുള്ള അല്ലെങ്കിൽ ആ ഗോവേണി എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തുവാണ്. അവൻ ആശ്രയമായിട്ട് എടുത്തു വെച്ച കല്ലെന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തുവാണ്. കർത്താവായ യേശു ക്രിസ്തുവിൽ നിന്റെ വിശ്വാസ ജീവിതം അടിസ്ഥാനം ഇടുകയാണ് എങ്കിൽ
കർത്താവായ യേശുക്രിസ്തു ആ മൂലക്കല്ലായിട്ട് മാറുകയാണ് എങ്കിൽ തീർച്ചയായിട്ടും നിന്റെ ജീവിതത്തിനൊരു മാറ്റമുണ്ടാകുന്ന ഒരു അനുഭവത്തിലേക്ക് കടന്നു വരും. ഇവിടെ യാക്കോബ് ആ എഴുന്നേറ്റ് ആ കല്ലിനെ അവൻ അവിടെ ഒരു ആലയം പണിയുന്ന ഒരു അനുഭവത്തിൽ, അല്ലെങ്കിൽ ആലയത്തിൻ്റെതായിട്ടുള്ളൊരു കല്ലാക്കി മാറ്റുന്ന അവസ്ഥയുണ്ടായി. അവൻ അതിനെ തൂണായിട്ട് നിർത്തി. എന്നിട്ട് അവൻ ഇപ്രകാരം പറഞ്ഞു, ദൈവം എന്നോട് കൂടെ ഇരിക്കുകയും ഞാൻ പോകുന്ന ഈ യാത്രയിൽ എന്നെ കാക്കുകയും ഭക്ഷിപ്പാൻ ആഹാരവും ധരിപ്പാൻ വസ്ത്രവും എനിക്ക് തരികയും എന്നെ എൻ്റെ അപ്പൻ്റെ വീട്ടിലേക്ക് സൗഖ്യത്തോടെ മടക്കി വരുത്തുകയും ചെയ്താൽ നീ എനിക്ക് ദൈവമായിരിക്കുമെന്ന് ഇവിടെ യാക്കോബ് പറയുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. ഇവിടെ യാക്കോബിൻ്റെ ആ ഒരു അനുഭവം എന്താണ്? ദൈവം എപ്പോഴും എന്നോട് കൂടെ ഇരിക്കണം. അവൻ്റെ ആവശ്യമെന്ന് പറയുന്നത് ദൈവം എപ്പോഴും എന്നോട് കൂടെ ഇരിക്കണം. ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുവാൻ തക്കവണ്ണം താല്പര്യപ്പെടുന്നു. എൻ്റെ അപ്പനും അമ്മയും സഹോദരനെയും വിട്ട് ഞാൻ മറ്റൊരു ദേശത്തേക്ക് പോകുന്നു. അവിടെ എന്തൊക്കെ സാഹചര്യങ്ങളാണ് എന്നെ കാത്തിരിക്കുന്നത് എന്ന് എനിക്കറിയില്ല. എങ്കിലും ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുവാൻ തക്കവണ്ണം താല്പര്യപ്പെടുന്നു. അതുകൊണ്ട് ദൈവം എന്നോട് കൂടെ ഇരിക്കണം. ഇവിടെ 4 വാഗ്ദാനങ്ങളാണ് ദൈവം യാക്കോബിന് നൽകുന്നതായിട്ട് നമുക്ക് കാണുവാൻ തക്കവണ്ണം സാധിക്കുന്നു. ഒന്നാമത്തെ വാഗ്ദാനം എന്ന് പറയുന്നത് ഞാൻ നിന്നോട് കൂടെയുണ്ട്. രണ്ടാമത്തെ വാഗ്ദാനം എന്ന് പറയുന്നത് നിങ്ങൾ എവിടെ പോയാലും ഞാൻ നിങ്ങളെ സൂക്ഷിക്കും. മൂന്നാമത്തെ വാഗ്ദാനം എന്ന് പറയുന്നത് ഞാൻ നിങ്ങളെ ഈ നാട്ടിലേക്ക് മടക്കി വരുത്തും. നിനക്ക് അല്ലെങ്കിൽ നിന്നെക്കുറിച്ച് പദ്ധതിയുണ്ട്. ഈ 4 കാര്യങ്ങളാണ് യാക്കോബിനോട് ദൈവം പറയുന്നത്. ഞാൻ നിന്റെ ഭവനത്തിലേക്ക് മടക്കി വരുത്തും. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഞാൻ നിന്നോട് കൂടെയുണ്ട്. നമുക്കറിയാം, വേദപുസ്തകം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു, ഇമ്മാനുവേൽ എന്ന വാക്കിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ദൈവം നിന്നോട് കൂടെയുണ്ട്. ദൈവം എപ്പോഴും നമ്മോട് കൂടെയുണ്ട്. എന്നാൽ നീ ദൈവത്തിൽ ആശ്രയിക്കുവാൻ തക്കവണ്ണം തയ്യാറാണോ? നിന്റെ ജീവിതത്തിൽ പ്രതിസന്ധികളും പ്രയാസങ്ങളും ദുഃഖങ്ങളും അനുഭവിക്കുമ്പോൾ നീ ദൈവത്തോട് അത് തുറന്നു പറയുവാൻ തക്കവണ്ണം തയ്യാറാണോ? നീ ദൈവത്തോട് സംസാരിക്കുവാനും ദൈവത്തിൽ ആശ്രയിക്കുവാനും തയ്യാറാണോ? ഇവിടെ യാക്കോബ് പിന്നീടുള്ള കാലഘട്ടത്തിൽ അവൻ ഹാരാനിലായിരുന്ന സമയത്തൊക്കെയും ദൈവത്തിൽ ആശ്രയിക്കുന്നത് നമുക്ക് കാണുവാൻ തക്കവണ്ണം സാധിക്കുന്നു. പല കാര്യങ്ങളും അവന് വിപരീതമായിട്ട് സംഭവിച്ചിട്ട് പോലും അവൻ ദൈവവുമായിട്ടൊരു ബന്ധത്തിൽ ഏർപ്പെട്ടുകൊണ്ട് ദൈവത്തിൽ ആശ്രയിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. അപ്രകാരം ഒരു ദൈവത്തിൻ്റെ പൈതൽ എപ്പോഴും ദൈവകരങ്ങളിൽ ആയിരിക്കണം. ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു മനോഭാവം ഉണ്ടായിരിക്കണം. ഇന്ന് ഈ ലോകത്തിൽ പല കാര്യങ്ങളും നമുക്ക് ആശ്രയിക്കുവാൻ തക്കവണ്ണം ഉണ്ട്. പല കാര്യങ്ങളിൽ നമ്മൾ ആശ്രയിക്കുന്നുണ്ട്. പണത്തിലും സുഖത്തിലും അതുപോലെ തന്നെ ലോകത്തിൻ്റെ പലവിധമാകുന്ന കാര്യാദികളിലുമൊക്കെയും നമ്മൾ സുഖം കണ്ടെത്താറുണ്ട്. എന്നാൽ അതിലൊന്നും ആശ്രയിച്ചാൽ അത് ശാശ്വതമായിരിക്കുകയില്ല. അതൊരിക്കലും നിന്നെ സ്വർഗരാജ്യത്തിന് അവകാശികളാകുവാൻ തക്കവണ്ണം എത്തിക്കുകയില്ല. അതൊരിക്കലും നിന്റെ ജീവിതത്തിൽ നന്മയുണ്ടാക്കുകയില്ല. വേദപുസ്തകം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു, നീ ദൈവത്തിൽ ആശ്രയിക്കുക. യാക്കോബ് ദൈവത്തിൽ ആശ്രയിച്ചു. ദൈവം വാഗ്ദാനം ചെയ്ത കാര്യങ്ങളൊക്കെയും അവിടെ യാക്കോബിൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ്? ദൈവത്തിൽ ആശ്രയിക്കുന്നത് കൊണ്ട്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ എവിടെ പോയാലും, നീ എവിടെ പോയാലും ഞാൻ നിന്നോട് കൂടെയുണ്ട്, നിന്നെ സംരക്ഷിക്കും. ദൈവം വലിയൊരു വാഗ്ദത്തമാണ് നമുക്ക് നൽകിയിരിക്കുന്നത്. നാം ഏത് മേഖലയിലായിരുന്നാലും, എവിടെ ജോലി ചെയ്യുന്ന ആളായിരുന്നാലും, എവിടെയാണ് നീ വർക്ക് ചെയ്യുന്നതായിരുന്നാലും, വളരെയധികം കഷ്ടത്തിലൂടെ കടന്നു പോകുന്ന ഒരു സാഹചര്യത്തിലായിരുന്നാലും ദൈവം നിന്നെ സംരക്ഷിക്കും. യാക്കോബിനെ ദൈവം ഏശാവിൻ്റെ കയ്യിൽ നിന്ന് പൊതിഞ്ഞ് പിടിച്ചതുപോലെ നമ്മെയും പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന ഒരത്ഭുതകരനായിട്ടുള്ള ദൈവം
നമ്മോട് കൂടെയുണ്ട്. അത്ഭുതവാനായിട്ടുള്ള ദൈവം നമ്മോട് കൂടെയുണ്ട്. നാം എന്തിനാണ് ഭാരപ്പെടുന്നത്? നാം എന്തിനാണ് പ്രയാസപ്പെടുന്നത്? നാം എന്തിനാണ് ഈ ലോകത്തിലെ കാര്യാദികളെ ഓർത്തുകൊണ്ട് നാം ഭാരത്തോടുകൂടെ ആയിരിക്കുന്നത്, നിരാശയോടുകൂടെ ആയിരിക്കുന്നത്? ആ നിരാശയൊക്കെയും കൊണ്ടുവരുന്നത് സാത്താനാണ്. ഈ ലോകത്തിൽ നമ്മുടെ ശത്രുവായ സാത്താനാണ് പല ആഗ്രഹങ്ങളും പ്രതിസന്ധികളും നിരാശകളൊക്കെയും നമ്മളിലേക്ക് കൊണ്ടുവരുന്നത്. എന്നാൽ നീ യാക്കോബിനെ പോലെ ആ കല്ല് തലയിണയാക്കി വെച്ചുകൊണ്ട് ആ കല്ലിൽ ആശ്രയിച്ച യാക്കോബിനെ പോലെ നീയാകുകയാണ് എങ്കിൽ തീർച്ചയായിട്ടും ദൈവിക വാഗ്ദത്തങ്ങൾ നിന്നിലും അവിടെ പ്രവർത്തിക്കുമെന്ന് വേദപുസ്തകം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. രണ്ടാമത്തെ കാര്യം പറഞ്ഞത് ഇപ്രകാരമാണ്: ഞാൻ നിന്നെ സംരക്ഷിച്ചു കൊള്ളാം. ഏത് ആപത്ത് വന്നിരുന്നാലും, ഏത് പ്രതിസന്ധി വന്നിരുന്നാലും, ഒരുപക്ഷെ മാതാപിതാക്കൾക്കും സഹോദരങ്ങൾക്കും ഇടപെടുവാൻ കഴിയുന്ന ചില സമയം വരെ മാത്രമേ ഉള്ളൂ. ചില അതിർവരമ്പുകളുണ്ട്. എന്നാൽ ദൈവത്തിന് ഒരു അതിർവരമ്പുമില്ല. അവൻ നിന്നെ സംരക്ഷിക്കും. അവൻ നിന്നോട് കൂടെയുണ്ട്. ആ ദൈവത്തിലാണ് നീ വിശ്വസിക്കേണ്ടത്. ആ ദൈവത്തിലാണ് നിന്റെ ജീവിതത്തെ നീ ഭരമേൽപ്പിക്കേണ്ടത്. ഇവിടെ മൂന്നാമത്തെ കാര്യം പറയുന്നത്: ഞാൻ നിന്നെ നിന്റെ പിതൃഭവനത്തിലേക്ക് മടക്കി വരുത്തും. ഒരു വളരെ വർഷങ്ങൾക്ക് ശേഷം യാക്കോബ് പോയതിനേക്കാളും സമ്പന്നനായിട്ടാണ് ഇവിടേക്ക് മടങ്ങി വരുന്നത്. അതായത് പിതൃഭവനത്തിലേക്ക് മടങ്ങി വരുന്നത്. എന്തുകൊണ്ടാണ് അവൻ അത്രത്തോളം സമ്പന്നനായത്? കാരണം അവൻ ദൈവത്തിൽ ആശ്രയിച്ചു. ദൈവം അവനെ സംരക്ഷിച്ചു. അവനെ സമ്പന്നനാക്കി മടക്കി വരുത്തുന്നതായിട്ട് നമുക്ക് കാണുവാൻ തക്കവണ്ണം സാധിക്കുന്നു. അതുപോലെ തന്നെ ദൈവവചനം പറയുന്നു, നിന്നെക്കുറിച്ച് എനിക്കൊരു പദ്ധതിയുണ്ട്. യാക്കോബിനൊരു പദ്ധതി ഉണ്ടായിരുന്നു. യാക്കോബിനെ ദൈവം ഇസ്രായേലാക്കി മാറ്റി, വലിയൊരു ജാതിയാക്കി മാറ്റി, ദൈവത്തിൻ്റെ സ്വന്തം ജനമാക്കി മാറ്റിയതായിട്ട് നമുക്ക് കാണുവാൻ തക്കവണ്ണം സാധിക്കുന്നു. അതുപോലെ നമ്മളിൽ ഓരോരുത്തരിലും ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. നാം ദൈവത്തിൽ ആശ്രയിക്കുന്നുണ്ടോ? നാം ഇന്ന് ഉറങ്ങുവാൻ പോകുന്നതിന് മുമ്പ് നാം ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു അനുഭവത്തിലേക്ക് കടന്നു വരണം. അപ്രകാരം ആശ്രയിക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് നന്മ പ്രാപിപ്പാൻ തക്കവണ്ണം സാധ്യമാകും. ഇവിടെ എബ്രായർക്കെഴുതിയ ലേഖനം 13-ാം അധ്യായം അതിൻ്റെ 5-ാമത്തെ വാക്യം പറയുന്നു: നിങ്ങളുടെ നടപ്പ് ദ്രവ്യാഗ്രഹമില്ലാതായിരിക്കട്ടെ, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുവിൻ. ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല എന്ന് അവൻ തന്നെ അരുളി ചെയ്തിരിക്കുന്നു. അപ്രകാരം അരുളി ചെയ്യുന്ന ഒരു ദൈവമാണ് നമ്മോട് കൂടെയുള്ളത്. നിന്റെ ജീവിതം ദ്രവ്യാഗ്രഹമില്ലാതിരിക്കട്ടെ. നീ എപ്പോഴും മണി എന്നതിനെക്കുറിച്ച് ചിന്തിക്കാതെ ദൈവിക കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന ഒരു ദൈവ പൈതലായിട്ട് മാറണം. അവൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല. അവൻ നിന്നെ ഒരു നാളും കൈവിടാതെ, അവൻ നിന്നെ ഉപേക്ഷിക്കാതെ നിന്നെ വഴി നടത്തുന്ന ഒരു സാഹചര്യമുണ്ട്. അവൻ നിന്നെ കരുതുന്ന ഒരു മനോഭാവമുണ്ട്. അവൻ നിന്നെ എപ്പോഴും കരുതുമെന്ന് വേദപുസ്തകം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. നാം നമ്മുടെ പാപചിന്തകളെയൊക്കെയും വിട്ട്, ഈ ലോകത്തിൻ്റെ മോഹങ്ങളെയൊക്കെയും വിട്ട് ദൈവത്തിൻ്റെ അരികിലേക്ക് കടന്നു വരികയാണ് എങ്കിൽ അവൻ നിന്നെ സംരക്ഷിക്കും. അവൻ നിന്നെ വഴി നടത്തും. അവൻ നിന്നെ വഴി നടത്തി അവൻ്റെ പേര് നിൻ്റെ ഹൃദയത്തിൽ എഴുതുക തന്നെ ചെയ്യും. അപ്രകാരം ദൈവ കൽപ്പനയിൽ നടക്കുന്ന, ദൈവത്തിൻ്റെ വചനമനുസരിച്ച് നടക്കുന്ന ഒരു നല്ല ദൈവിക പൈതലായിട്ട് മാറുവാൻ തക്കവണ്ണം ദൈവം എന്നെയും നിന്നെയും വിളിച്ച് വേർതിരിച്ചിരിക്കുന്നു. ഇന്ന് നമ്മൾ പലപ്പോഴും ആശ്രയിക്കുന്നത് ഈ ലോകത്തിൻ്റെ മോഹങ്ങളിലാണ്. പലപ്പോഴും നമ്മൾ ആശ്രയിക്കുന്നത് നമ്മുടെ ബാങ്ക് ബാലൻസിലാണ്. പലപ്പോഴും നമ്മൾ ആശ്രയിക്കുന്നത് നമ്മുടെ മനോഹരമായുള്ള ഭവനത്തിലാണ്. അതുപോലെ തന്നെ പലപ്പോഴും നാം ആശ്രയിക്കുന്നത് ഈ ലോകത്തിൽ കണ്ടുവരുന്ന പല കാര്യാദികളിലാണ് നമ്മുടെ ജീവിതമൊക്കെയും. എന്നാൽ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം പറയുന്നു, അവൻ നിന്നെ അനുഗ്രഹിച്ച് സംരക്ഷിക്കും. അവനിൽ ആശ്രയിക്കുക. കർത്താവായ യേശു ക്രിസ്തുവിൽ ആശ്രയിക്കുക.
കാരണം ഏദൻ തോട്ടത്തിൽ നഷ്ടപ്പെട്ടു പോയതായിട്ടുള്ള ദൈവവും മനുഷ്യനുമായിട്ട് നഷ്ടപ്പെട്ടു പോയതായിട്ടുള്ള ബന്ധം പുനഃസ്ഥാപിച്ചത് കർത്താവായ യേശു ക്രിസ്തുവാണ്. ആ കർത്താവായ യേശു ക്രിസ്തുവാണ് നിനക്ക് വേണ്ടി, നിന്റെ പാപങ്ങൾക്ക് വേണ്ടി കാൽവറി ക്രൂശിൽ യാഗമായി തീർന്നത്. ആ കർത്താവായ യേശു ക്രിസ്തുവാണ് നിനക്ക് വേണ്ടി പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ കർത്താവായ യേശു ക്രിസ്തുവാണ് നിന്നെ വീണ്ടും വിളിക്കുവാൻ തക്കവണ്ണം, വിളിച്ച് വേർതിരിച്ച് സ്വർഗരാജ്യത്തിലേക്ക് കടത്തുവാൻ തക്കവണ്ണം വരുന്നത്. ആ കർത്താവായ യേശു ക്രിസ്തുവിനിൽ നീ ആശ്രയിക്കുകയാണ് എങ്കിൽ പൂർണ്ണമായിട്ടും നിന്റെ ജീവിതത്തെ രക്ഷയിലേക്ക് നയിപ്പാൻ തക്കവണ്ണം നിനക്ക് സാധ്യമായി തീരും. വെളിപ്പാട് പ്രവചന പുസ്തകം 14-ാം അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യം പറയുന്നു, ദൈവ കൽപ്പനയും യേശുവിനുള്ള വിശ്വാസവും കാത്തു സൂക്ഷിക്കുന്ന വിശുദ്ധന്മാരുടെ സഹിഷ്ണുത കൊണ്ട് ഇവിടെ ആവശ്യം. അപ്രകാരം ദൈവ കൽപ്പനയും യേശുവിനുള്ള വിശ്വാസവും കാത്തു സൂക്ഷിച്ചുകൊണ്ട് അന്ത്യനാളുകളുടെ ഈ അന്ത്യനാളുകളിലായിരിക്കുമ്പോൾ അന്ത്യത്തോളം നീ വിശ്വസ്തനായിരിക്കുക. നീ ദൈവവചനത്തെ മുറുകെ പിടിച്ചുകൊണ്ട്, യാക്കോബ് ദൈവത്തിൽ എപ്രകാരമാണോ ആശ്രയിച്ചത്, യാക്കോബ് ആ തണുത്ത പ്രദേശത്തിൽ നിന്നുകൊണ്ട് തലയിൽ കല്ല് വെച്ചുകൊണ്ട് തലയിണയാക്കിക്കൊണ്ട് അവൻ ഉറങ്ങിയപ്പോൾ അപ്രകാരം ആ ആശ്രയം നമ്മളും യേശു ക്രിസ്തുവിൽ വെക്കണം. കർത്താവായ യേശു ക്രിസ്തുവിൽ നമ്മുടെ ആശ്രയം ഉണ്ടായിരിക്കണം. നമ്മുടെ ആശ്രയത്തിൻ്റെ പാറ എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തുവാണ്. ആ പാറമേൽ ഉറച്ചു നിൽക്കുന്ന ഒരനുഭവം നിന്റെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. അപ്രകാരം ഒരു മാറ്റത്തിൻ്റെ അനുഭവം ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും നിനക്ക് ദൈവത്തിൽ ആശ്രയിക്കുവാനും ആ ആശ്രയത്തിലൂടെ സ്വർഗരാജ്യത്തിലേക്ക് കടക്കുവാനും തക്കവണ്ണം സാധിക്കും. മിസ്രൈം ദേശത്ത് നിന്ന് 400 വർഷം അടിമകളായിട്ട് പിടിച്ചുകൊണ്ട് വന്ന് മിസ്രൈം ദേശത്തിലായിരുന്ന ആ ഇസ്രായേൽ മക്കളെ അടിമ ജീവിതത്തിൽ നിന്ന് ദൈവം വിളിച്ചു വേർതിരിച്ച് എല്ലാ കാര്യങ്ങളും ഒരുക്കി അവൻ അവരെ ആ സ്വർഗീയ കനാനിലേക്ക് നടത്തിയപ്പോൾ, ആ കനാൻ ദേശത്തേക്ക് നടത്തിയപ്പോൾ പിറുപിറുക്കുന്ന, മത്സരിക്കുന്ന, ദൈവത്തോട് എതിർത്ത് നിൽക്കുന്ന ജനതയെ നമുക്ക് വേദപുസ്തകത്തിൽ കാണുവാൻ തക്കവണ്ണം സാധിക്കും. ഇന്ന് നീ ഈ അന്ത്യനാളുകളിലായിരിക്കുമ്പോൾ സ്വർഗീയ കനാലിലേക്ക് പ്രവേശിക്കുവാൻ തക്കവണ്ണം നീ താല്പര്യപ്പെടുന്ന സമയത്തായിരിക്കുമ്പോൾ നീ ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു പൈതലാണോ? നീ ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ഒരു പൈതലാണോ? നീ ദൈവത്തെ അനുകൂലിച്ചുകൊണ്ട് ദൈവവചനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു പൈതലാണോ എന്ന് ഇന്ന് വേദപുസ്തകം നിന്നോടൊരു ചോദിക്കുന്നു. നിനക്കൊരു മാറ്റത്തിൻ്റെ ഒരു അനുഭവം നിന്റെ ജീവിതത്തിൽ ഉണ്ടാകണമോ? നീ ദൈവവചനത്തിൽ ആശ്രയിക്കുക, ദൈവത്തിൻ്റെ കൽപ്പനകളിൽ ആശ്രയിക്കുക. ദൈവത്തിൻ്റെ കൽപ്പനയിലൂടെ നടക്കുകയാണ് എങ്കിൽ ദൈവം നിന്നെ വഴിതെളിച്ച് മുന്നോട്ട് നയിക്കും. നിന്റെ അന്ധകാരം നിറഞ്ഞതായിട്ടുള്ള ഈ ജീവിതത്തിൽ ഒരു വലിയ വെളിച്ചം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനമാണ്. അതുകൊണ്ട് ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് നാം മുന്നോട്ട് പോകണം. ഇവിടെ കർത്താവിൻ്റെ സ്മാരകമായിട്ട് ഉയർത്തുന്ന ഒരു കല്ലാണത്. അപ്രകാരം ആ കല്ലുകളെ ഉയർത്തിക്കൊണ്ട് സ്മാരകമായിട്ട് നീ ദൈവത്തിൻ്റെ പൈതലായിക്കൊണ്ട് ആ കല്ലുകളെ വെച്ചുകൊണ്ട് നീ മുന്നോട്ട് പോകുക. ഇതൊരു ഓർമ്മയുടെ സ്മാരകമാണ്. ഓർത്തുകൊള്ളണം, നിനക്ക് എപ്പോഴും ആശ്രയിക്കുവാൻ കഴിയുന്നത് കർത്താവായ യേശു ക്രിസ്തുവിൽ മാത്രമാണ്. അവനാകുന്നു നിന്നെ എല്ലാ കാലത്തും വഴി നടത്തുന്നു. അവനാകുന്നു നിന്റെ ശ്രേഷ്ഠ മഹാപുരോഹിതൻ. അവനാകുന്നു നിന്റെ ഇടയൻ. അവനാകുന്നു നിന്നെ വഴി നടത്തുന്നവൻ. അവനാകുന്നു നിന്നെ വീണ്ടെടുക്കുന്നത്. പാപച്ചെളിയിൽ നിന്ന് നിന്നെ വീണ്ടെടുക്കുവാൻ തക്കവണ്ണം കർത്താവിന് മാത്രമേ സാധിക്കുകയുള്ളൂ. അപ്രകാരം നീ ദൈവത്തിൽ ആശ്രയിക്കുകയാണ് എങ്കിൽ തീർച്ചയായിട്ടും ആ 4 വാഗ്ദാനങ്ങൾ യാക്കോബിന് എപ്രകാരം ദൈവം നടത്തിക്കൊടുത്തോ അപ്രകാരം നിന്നെയും ദൈവം വഴി നടത്തുക തന്നെ ചെയ്യും. ഇന്ന് ഈ ദിവസം നീ ചിന്തിച്ചു നോക്കുക. നിന്റെ ജീവിതത്തിൽ ഒരു മാറ്റമുണ്ടാകണമെങ്കിൽ നീ ഈ ലോകത്തിൽ ആശ്രയിക്കുന്ന സകലതും വിട്ട് നീ ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു പൈതലായിരിക്കണം. നാം ഇവിടെ അന്യരും പരദേശികളുമാണ്. വേദപുസ്തകം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു, നമ്മുടെ പിതാക്കന്മാർ ഈ ഭൂമിയിൽ ജീവിച്ചപ്പോൾ അവർ ഈ
ദേശത്തെ എണ്ണിയിരുന്നത് പരദേശിയാണെന്ന, ഞങ്ങൾ അന്യരാണെന്നാണ് എണ്ണിയിരുന്നത്. കാരണം ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമിട്ടതുമായിട്ടുള്ള ഒരു സ്വർഗരാജ്യം ഞങ്ങൾക്കുണ്ട്. അതിനുവേണ്ടി ഒരുങ്ങുന്ന ഒരനുഭവം അവരിലുണ്ടായിരുന്നു. അതുപോലെ ഇന്ന് ഈ അന്ത്യനാളുകളിലും നമുക്കും അപ്രകാരമുള്ളൊരു അനുഭവം ഉണ്ടായിരിക്കണം. അപ്രകാരം ഒരു അനുഭവത്തിലേക്ക് നാം കടന്നു വരണം. അപ്രകാരം നമ്മുടെ ജീവിതങ്ങളെ മാറ്റണം. അതിന് നാം ദൈവത്തിൽ ആശ്രയിക്കണം. യാക്കോബ് ആശ്രയിച്ച അവൻ തിരിച്ച് മടങ്ങി വന്നപ്പോൾ, ഭവനത്തിലേക്ക് മടങ്ങി വന്നപ്പോൾ അവനെ വലിയൊരു ജാതിയാക്കി ദൈവം മാറ്റുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. അവനെ ഇസ്രായേൽ എന്ന് പറയുന്ന വലിയൊരു ജനതയാക്കി ദൈവം മാറ്റുന്നത് നമുക്ക് കാണുവാൻ തക്കവണ്ണം സാധിക്കുന്നു. അപ്രകാരം എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ ജനമേ, അബ്രഹാമിന് കൊടുത്തതായിട്ടുള്ളൊരു വാഗ്ദത്തമാണ്. അവിടെ ഒരു വലിയ ജാതിയാക്കി ദൈവം അവരെ മാറ്റുന്നു. അപ്രകാരം ദൈവം വാഗ്ദാനം ചെയ്തതായിട്ടുള്ള എല്ലാ കാര്യാദികളും, അവിടെ ദൈവം വാഗ്ദത്തം ചെയ്തതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ദൈവം അവിടെ നിറവേറ്റുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ഒരുപക്ഷെ മനുഷ്യൻ്റെ വാക്കുകൾ അത് നിറവേറ്റപ്പെടാത്തതായിട്ടുള്ള വാക്കുകളായിരിക്കാം. ഒരുപക്ഷെ മനുഷ്യൻ താൽക്കാലിക ലാഭത്തിന് വേണ്ടി പല വാഗ്ദാനങ്ങളും നമുക്ക് നൽകിയിരിക്കാം. പക്ഷേ ദൈവത്തിൻ്റെ വാഗ്ദാനം അങ്ങനെയല്ല. നീ ദൈവത്തിൽ ആശ്രയിക്കുകയാണെങ്കിൽ, ദൈവത്തിൻ്റെ പൈതലാണെങ്കിൽ, ദൈവം നിന്നെ വഴി നടത്തും, ദൈവം നിന്നെ സംരക്ഷിക്കും. ഏത് കൂരിരുൾ താഴ്വരയിൽ കൂടി നടന്നാലും നീ ഒരു അനർത്ഥവും ഭയപ്പെടുകയില്ല. അവൻ നിന്നോട് കൂടെ ഇരിക്കും. അവൻ നിന്നെ വഴി നടത്തി നിന്നെ മുന്നോട്ട് നയിക്കുന്ന ഒരനുഭവത്തിലേക്ക് കടന്നു വരും. ഇന്ന് ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം ശ്രവിച്ച നാം ഓരോരുത്തരിലും ദൈവത്തിൻ്റെ ആത്മാവ് പ്രവർത്തിക്കട്ടെ. അപ്രകാരം നിങ്ങളുടെ ഹൃദയത്തിൽ ഒരു മാറ്റത്തിൻ്റെ അനുഭവം ഉണ്ടായിക്കൊണ്ട് ഈ കല്ല്, നിങ്ങൾ ആശ്രയിക്കുന്ന കല്ലെന്ന് പറയുന്നത്, നിങ്ങൾ ആശ്രയിക്കുന്ന പാറ എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തുവായിരിക്കട്ടെ. കർത്താവായ യേശു ക്രിസ്തു നിങ്ങൾക്ക് ചെയ്തു തന്നിരിക്കുന്ന ഓരോ കാര്യാദികളും നിങ്ങൾ ഓർത്തു നോക്കൂ. നിങ്ങളുടെ ബാല്യകാലം മുതലേ അവൻ നിങ്ങളെ വഴി നടത്തിയതായിട്ടുള്ള സാഹചര്യങ്ങളെ ഒന്ന് ഓർത്തു നോക്ക്. ഇന്ന് യേശുവിനെ നീ മനസ്സിലാക്കുന്നില്ല എങ്കിൽ ഇന്ന് ഈ നിമിഷം യേശുവിനെ നീ കണ്ടെത്തുന്ന ഒരു അനുഭവത്തിലേക്ക് കടന്നു വരണം. അപ്രകാരം കർത്താവായ യേശു ക്രിസ്തുവിനോട് നീ പ്രാർത്ഥിക്കുകയാണ് എങ്കിൽ കർത്താവായ യേശു ക്രിസ്തു നിന്നിൽ പ്രവർത്തിക്കുന്ന ഒരു അനുഭവത്തിലേക്ക് കടന്നു വരും. അവൻ വിശ്വസ്തനാണ്, വാക്കുമാറാത്തവനാണ്, വാക്കുകൾ സംരക്ഷിക്കുന്നവനാണ്. അപ്രകാരം യാക്കോബിനെ സംരക്ഷിച്ചതുപോലെ യാക്കോബിന് പല പ്രതിസന്ധികൾ വന്നപ്പോഴും, കഷ്ടതകൾ വന്നപ്പോഴും, ഹൃദയവേദനകൾ ഉണ്ടായപ്പോഴും, അവൻ ഭാരത്തിലെ നടുവിലായിരുന്നപ്പോഴും, അവൻ്റെ ഹൃദയം ഭാരം കൊണ്ട് നിറഞ്ഞപ്പോഴും, അവൻ യേശുവിനെ അന്വേഷിക്കാത്തൊരു സമയമായിരുന്നിട്ട് കൂടെയും ദൈവത്തിൻ്റെ ആ അന്വേഷണം അവനിലേക്ക് വരുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. ദൈവം അവനെ അന്വേഷിച്ച് അവനെ വഴി നടത്തുന്നതായിട്ട് നമുക്ക് കാണുവാൻ തക്കവണ്ണം സാധിക്കും. അപ്രകാരം നമ്മുടെ ജീവിതങ്ങളിലും നാം ദൈവത്തെ മനസ്സിലാക്കിക്കൊണ്ട്, ദൈവത്തെ അനുദിനം മനസ്സിലാക്കിക്കൊണ്ട് ദൈവത്തെ അന്വേഷിക്കുന്ന ഒരനുഭവത്തിലേക്ക് നാം കടന്നു വരണം. ഇല്ലെങ്കിലും അവൻ നിങ്ങളെ അന്വേഷിച്ച് കണ്ടെത്തും. കാരണം നിങ്ങളെ ഓരോരുത്തരെയും സൃഷ്ടിച്ചിരിക്കുന്നത് അവനാണ്. അവനാണ് നിങ്ങളെ ഓരോരുത്തരെയും സംരക്ഷിക്കുന്നത്. അവനാണ് നിങ്ങളെ ഓരോരുത്തരെയും വീണ്ടെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ആ കല്ല് തലയിണയാക്കി വെച്ചുകൊണ്ട് യാക്കോബ് ഉറങ്ങിയപ്പോൾ അവന് സ്വസ്ഥമായിട്ട് അവന് ഉറങ്ങുവാൻ തക്കവണ്ണം സാധിച്ചു. അതുപോലെ ദൈവത്തിൽ ആശ്രയിക്കുകയാണ് എങ്കിൽ പല പ്രതിസന്ധികളും ഉണ്ടാകും, പ്രയാസങ്ങളും ഉണ്ടാകും. എന്നാൽ നീ ക്രിസ്തുവിലാണ് എങ്കിൽ സ്വസ്ഥമായിട്ട് നിനക്ക് ഈ ലോകത്തിൽ ജീവിപ്പാൻ തക്കവണ്ണം സാധിക്കും. സമാധാനത്തിൻ്റെ ഒരു അനുഭവം നിന്നിലുണ്ടാകും, സന്തോഷത്തിൻ്റെ ഒരു അനുഭവം നിന്നിലുണ്ടാകും. പിന്നെ അതുമാത്രമല്ല, ആ നിത്യരാജ്യത്തിനും നിത്യജീവനും അവകാശിയാകുവാൻ തക്കവണ്ണം കർത്താവായ യേശു ക്രിസ്തു നിന്നോട് കൂടെയുണ്ട്. അപ്രകാരം ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു കുഞ്ഞായിട്ടായിരിക്കാൻ തക്കവണ്ണം ദൈവം നിന്നെ സഹായിക്കുമാറാകട്ടെ. ആമേൻ.